ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ലാബ് 10 സർക്കിൾ ആൻഡ് പാരബോള നോക്കാം. അതിൽ നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇൻപുട്ട് ബാറിൽ നമ്മുടെ ഇക്വേഷൻ x² + y² + 6x - 4y - 3 = 0 എന്ന് ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ സർക്കിൾ പ്ലോട്ടായിട്ട് വരും. അപ്പോൾ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്, x + 3 ² + y - 2 ² = 16. We know that the equation of a circle centered at h, k with radius r is എന്താണ്, x - h whole square plus y - k whole square = r². So we know the given equation x + 3, we can write it as x - 3 whole square plus y - 2 whole square = 16 can be written as 4². So here the radius is 4 and the center is -3, 2. Now we'll go to the second question. Construct a circle passing through the point A 3, 2, B -1, 3 and the line x + y + 1 = 0. അപ്പോൾ ഇവിടെ A എന്നുള്ള പോയിൻറ്റ് 3, 2 ആണ് അല്ലേ. അടുത്ത പോയിൻ്റാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അതേപോലെ -1, 3. Now we have to plot a circle with center passing through the line x + y + 1 = 0. അപ്പോൾ നമുക്ക് x + y + 1 = 0 എന്നുള്ള ലൈൻ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ആ ലൈൻ പ്ലോട്ട് ചെയ്ത് വരും അല്ലേ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ സെൻറ്റർ പാസ് ചെയ്യേണ്ടത് എയും ബിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലൂടെ ആയിരിക്കണം. ഓക്കെ, എയും ബിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലൂടെ ആയിരിക്കണം നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലൈൻ x + y + 1 = 0 എന്നുള്ള ലൈനും എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് വരയ്ക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്ററായി വരിക. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, ഇക്വേഷൻ ലൈൻ വരച്ചു. ഇനി അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അവിടെ സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ അറിയാം, സെൻറ്റർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻറ്റ്സ്. അപ്പോൾ സെൻറ്റർ സി സെലക്ട് ചെയ്ത് ബാക്കി 2 പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം, സർക്കിൾ വരക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് h, k വിത്ത് റേഡിയസ് r എൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് 0.1 0.1, -1.1. ഇവിടെ r² is 18.02. സോ r will be √18.02. എന്താണ് ഇക്വേഷൻ =r² ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ √18.02 ഇവിടെ ഇൻപുട്ട് ബാറിൽ നമുക്ക് SQRT of 18.02 കൊടുത്താൽ അതിൻ്റെ വാല്യൂ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഡിയസ് എത്രയാണ്, 4.24. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് -2, 4, 2, 1. അപ്പോൾ 2 പോയിൻറ്റ്സ് തന്നിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായാലും എ ബി എന്നുള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനുള്ള ടൂളിലേക്ക് പോവുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെലക്ട് ചെയ്യുക, 2 പോയിൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി ഇതിൽ നമ്മളോട് പറയുന്നുണ്ട് സെൻറ്റർ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വിത്ത് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെൻറ്റർ ആക്കിയിട്ട് ബാക്കി 2 പോയിൻറ്റ്സും യോജിപ്പിക്കുന്ന പോലെ ഒരു സർക്കിൾ വരച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യന് ആൻസറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു പാരബോള പ്ലോട്ട് ചെയ്യാനാണ്. അവിടെ പാരബോള 40 x = -4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജനറലായിട്ട് വരിക പോയിൻ്റ് ലൈൻ എന്നാണ്. അപ്പോൾ നമ്മുടെ പാരബോളയുടെ പോയിൻ്റ് എന്ന് പറയുന്നത് 40യും
ലൈൻ അല്ലെങ്കിൽ അത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആയിരിക്കും. അത് തന്നിട്ടുള്ളത് x = -4. അപ്പോൾ നമ്മൾ പാരബോള പ്ലോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് പോസിറ്റീവ് y ആക്സിസിലോട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ y² - 16x = 0. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 16x = 4x, അപ്പോൾ a = 4 കിട്ടും. ഇനി നമുക്കറിയാം ഇങ്ങനെ വരുന്ന y² = 4x വരുന്ന പാരബോളയുടെ ഫോക്കസ് വിൽ ബി ഓൺ ദ x ആക്സിസ് a, 0. ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലൈൻ ആയിരിക്കും. അതായത് x = -a, ഇവിടെ x = -4 ആയിട്ട് വരും. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് കമാൻഡിൽ കൊടുത്തത് പാരബോളയുടെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കമാൻഡ് യൂസിങ് എ സ്യൂട്ടബിൾ കമാൻഡ് ആസ് എബവ് ഡ്രോ ദ പാരബോള h² = 12y. സോ h² = 12y എന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പാരബോള ഫേസിങ് അപ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ h² = 4ay എന്നുള്ള പാരബോള കണ്ടോ, നമ്മൾ വരക്കുന്നത് മുകളിലോട്ടുള്ളൊരു പാരബോള ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം a എന്നുള്ള വാല്യൂ എന്താണ് കിട്ടുക, 3 ആയിരിക്കും. 4a = 12, a = 3. ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് y ആക്സിസിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ a 0, a ആയിരിക്കും നമ്മുടെ ഫോക്കസ് വരിക. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് വരുന്നത് y = -a. അപ്പോൾ ഇവിടെ നമുക്ക് y = -3. ഓക്കെ, y = -3 എന്നുള്ള അതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്തായിരിക്കും, പാരബോള ഓഫ് ഒരു പോയിൻ്റ് എന്താണ് 0, 3, y = -3. ഞാനവിടെ എ എഴുതിയതാണ്, അത് -3 ആണ്. ഓക്കെ, -3 അതാണ് നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ നമ്മൾ കൊടുത്ത് നോക്കുന്നുണ്ട്. എന്താണ്, പാരബോള പോയിൻ്റ് കൊടുക്കാം 0, 3, ലൈൻ. ഇതാണ് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് y = -3. നമ്മൾ റിക്വയർഡ് പാരബോള ഇവിടെ പ്ലോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ സർക്കിൾ ആൻഡ് പാരബോള എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.